ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് അമ്മ മകനെയും കൊണ്ട് പുഴയിൽ ചാടിയത്. കണ്ണൂർ അടിത്തില വയലപ്ര സ്വദേശി MV റീമയാണ് 3 വയസ്സുകാരൻ മകൻ കണ്ണൻ എന്ന കൃഷി രാജിനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുന്ന് പുഴയിൽ ചാടിയത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തി. പിന്നാലെ ചൊവ്വാഴ്ച 3 വയസ്സുകാരൻ്റെ മൃതദേഹവും കണ്ടെത്തി. പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 2015 റീമയുടെ വിവാഹം. കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു. റീമ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി അകന്ന് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ശനിയാഴ്ച മാതാപിതാക്കൾ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷമാണ് രാത്രി 12:30 മകനെയും എടുത്ത് സ്കൂട്ടറിൽ റീമ ചെമ്പല്ലിക്കുണ്ട് പുഴയോരത്തെത്തിയത്. പാലത്തിലൂടെ കുട്ടിയുമായി നടക്കുന്നത് കണ്ട പ്രദേശവാസി കാര്യം തിരക്കാൻ എത്തിയപ്പോഴേക്കും കുഞ്ഞുമായി റീമ പുഴയിലേക്ക് ചാടിയിരുന്നു. റീമയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണെന്ന റീമയുടെ വാട്സപ്പ് സന്ദേശവും കണ്ടെത്തി. അതിനിടെ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ മാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ എഴുതിയിരിക്കുന്നത്. PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തു വന്നത്. ഭർത്താവിൻ്റെ അമ്മ ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല. എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല. എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. അവർ എന്നോട് പോയി ചാകാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ അമ്മ എപ്പോഴും വഴക്കു പറയും. എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കും. റീമയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. 2024 മാർച്ചിൽ ഭർത്താവ് T കമൽരാജ്, ഭർത്താവിൻ്റെ അമ്മ T പ്രേമ എന്നിവർക്കെതിരെ റീമ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് സംസാരിച്ചു. എന്നാൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെന്ന് റീമയുടെ കുടുംബത്തിന് പരാതിയുണ്ട്. കമൽരാജിനും പ്രേമയ്ക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തെന്നാണ് കണ്ണപുരം പോലീസ് നൽകുന്ന വിശദീകരണം.